ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് അധികം ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല കേട്ടോ. എന്നാലും പഴയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, പഴഞ്ചൻ ആൾക്കാരൊക്കെ, അമ്മമ്മമാർ, മുത്തശ്ശിമാർ, അങ്ങനെ അവർക്കൊക്കെ അറിയണ്ടാവും കേട്ടോ ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ തുളസിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സാധാരണ തുളസിയല്ല, കാട്ടു തുളസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധാരണ തുളസിയെക്കാട്ടിലും ഗുണങ്ങളേറെ ഉള്ളൊരു ഇലയാണ് കേട്ടോ ഈ കാട്ടു തുളസിയുടെ ഇല. പിന്നെ ഇത് ഇത്ര വണ്ണമല്ല കേട്ടോ, നമ്മൾ സാധാ തുളസി ചെറിയ ചെറിയ ചെടിയായിട്ടുണ്ടാവുക, ഇത് കുറച്ചും കൂടി വണ്ണം വരും കേട്ടോ. പിന്നെ നല്ല ഉയരത്തിലുണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതിപ്പോൾ വെച്ചിട്ടുള്ളൂ, അധികമായിട്ടില്ല കേട്ടോ. സാധാ തുളസിയുടെ പോലെ തന്നെ കതിരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ ഇല പൊട്ടിച്ച് വാസനിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ തുളസിക്ക് നമ്മൾ അഗസ്ത്യ തുളസി അല്ലെങ്കിൽ കാട്ടു തൃത്താവ് എന്നൊക്കെ പറയും കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ വയമ്പ് ഉണ്ടാക്കുമല്ലോ, പച്ചമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട്, അതിൻ്റെ കൂടെയൊക്കെ ഇത് കൂട്ടിയിട്ട് അരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ജലദോഷം കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആവി പിടിക്കുമല്ലോ, സാധാരണ തുളസിട്ട് ആവി പിടിക്കാറുണ്ട്. അതിനേറെ ഗുണമുള്ള കേട്ടോ ഇതൊന്ന്. ഇതിൻ്റെ ഇല ഇട്ടിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ ജലദോഷം, ചുമ പിന്നെ അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ വേഗം അത് കമ്മിയായി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുകൊണ്ട് കഷായം ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ സാധാ തുളസി ഇട്ടിട്ടും കഷായം ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ കൂടെ ഈ ഒരു തുളസി, അത് ഉപയോഗിക്കാതെ തന്നെ ഈ തുളസി ഇട്ടിട്ട്, ഈ ഒരു കാട്ടു തുളസി ഇട്ടിട്ട്, പിന്നെ അതിൻ്റെ കൂടെ ചുക്ക്, കുരുമുളക്, ജീരകം, പിന്നെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കഷായം ഉണ്ടാക്കി കുടിച്ച് നോക്കാം. ജലദോഷമൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വെച്ച് കൊടുത്തു നോക്കി കൈ നന്നായിട്ട് അതിൻ്റെ ഒരു ഫലം കിട്ടും കേട്ടോ. അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. നല്ലൊരു മരുന്നാണ് ഈ തുളസി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇത് തുളസി, ഇത് കാട്ടു തുളസിയാണല്ലോ, ഇത് ഗുണങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നത് വെറുതെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ തുളസി നമുക്ക് ഗുണങ്ങളേറെ ഉള്ളതാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതിന് ഗുണങ്ങളൊന്നും അറിയണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇവിടുത്തെ അമ്മ പറഞ്ഞു കേട്ടപ്പോൾ അറിയുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വയമ്പിലൊക്കെ കൂട്ടി കൊടുത്തുന്നു പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ തുളസി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ചുമ, കഫക്കെട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.